ബെസ്റ്റ് തമിഴ് റൊമാൻറ്റിക് മൂവി ചോദിച്ചാൽ എൻ്റെ മനസ്സ് 1986 ഈ മൗനരാഗ എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയിലാണ് പോകുന്നത്. സോ ദിവ്യക്ക് മനോഹർ എന്ന് പറയുന്ന ആളുമായിട്ട് ഭയങ്കര പ്രണയമായിരുന്നു. ഇവരുടെ ഈ കഥ കോളേജിൽ സ്റ്റാർട്ടാകുന്നതാണ്. സോ കോളേജിൽ സ്റ്റാർട്ടായി ഭയങ്കര വികൃതി കൂടിയ ഒരാളാണ് ഈ മനോഹർ. മനോഹർ തൻ്റെ വികൃതി കുട്ടിക്കളിയൊക്കെ ദിവ്യക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവർ തമ്മിൽ ഒരു ഒടുക്കത്തെ പ്രണയമാവും. ഈ പ്രണയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ഈ മനോഹറിനെ ചില പല പൊളിറ്റീഷ്യൻസ് ചില പല കാരണങ്ങൾ കാരണം ചുട്ടു കൊല്ലുന്നതും, ഈ ഒരു ഷോക്ക് താങ്ങാനാവാത്ത ദിവ്യ തൻ്റെ ലൈഫ് എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ഒരു ഒരു ഉറപ്പില്ലാണ്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദിവ്യയുടെ അച്ഛൻ ഫോഴ്സ് ചെയ്ത് ദിവ്യയെ ചന്ദ്രകുമാർ എന്ന് പറയുന്ന ആൾക്ക് കല്യാണം കഴിച്ചു വിടുന്നത്. സോ അവര് വേറൊരു നാട്ടിലേക്ക് ഷിഫ്റ്റ് ആവുകയും ഈ ചന്ദ്രകുമാർ എന്ന ആള് വളരെ വളരെ ഒരു നല്ലൊരു ക്യാരക്ടറുള്ള ഒരു മനുഷ്യനാണ്. അയാൾക്ക് അയാളുടെ ഭാര്യയാണ് എല്ലാം. അയാളുടെ ഭാര്യയ്ക്ക് അയാൾ സ്നേഹം വാരി കോരി കൊടുക്കും. അയാളുടെ ഭാര്യയ്ക്ക് എന്തൊക്കെയോ ചെയ്യും. പക്ഷെ ദിവ്യയുടെ മനസ്സിൽ ഇപ്പോഴും മനോഹരാണ്, ഈ ചന്ദ്രകുമാർ അല്ല. സോ ദിവ്യക്ക് ഇത് എങ്ങനെ കൊണ്ടുപോകണം എന്നറിയില്ല. അവർ തമ്മിൽ ഈ ശാരീരിക രീതിയിലുള്ള ഒരു ബന്ധവും ഇല്ല. തൻ്റെ ഭാര്യയാണ് ദിവ്യ, പക്ഷെ ചന്ദ്രകുമാർ തൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ലാണ്ട് ആ ഭാര്യയുടെ ചുണ്ട് വിരല് പോലും തൊടുന്നത് തെറ്റാണ്. പക്ഷെ എന്നോ ഒരു ദിവസം അറിയാണ്ട് ഒന്ന് തൊടാൻ പോയപ്പോ അന്ന് ചന്ദ്രകുമാറിന്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ എന്നെ തൊടുന്നത് എനിക്ക് ഈ കമ്പിളിപ്പുഴില്ലേ അത് ഊർന്ന പോലെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് ഹേർട്ടായി നമ്മുടെ ചന്ദ്രകുമാറിന്. സോ ചന്ദ്രകുമാറിന് പതിയെ പതിയെ മനസ്സിലായി ദിവ്യയുടെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ഇതുണ്ട് എന്ന്. അവസാനം ഒരുപാട് സ്നേഹം കാണിച്ചു ചന്ദ്രകുമാർ, പക്ഷെ ദിവ്യയുടെ മനസ്സ് മാറിയില്ല. അവസാനം പതിയെ പതിയെ ദിവ്യയുടെ മനസ്സ് മാറി വരുമ്പോഴാണ് ഇവർ തമ്മിൽ ഡിവോഴ്സായി പിരിയാ എന്നുള്ള ഒരു ഡെസിഷൻ എടുത്തു വരുന്നത്. സോ അവസാനം ദിവ്യ ഇല്ല, ലവ് തൻ്റെ ഫെയിലിയർ ആയി, അതല്ല എൻ്റെ ലൈഫ്, അത് കടന്ന് വേറൊരു ലൈഫ് ഉണ്ട് എന്ന് പറഞ്ഞ് തൻ്റെ ഹസ്ബൻഡുമായിട്ട് ചേർന്ന് നല്ലൊരു പുതിയൊരു ലൈഫ് തുടങ്ങുന്നതാണ് ഈ സിനിമയുടെ കഥ. സിനിമയിൽ കുറെ സീന് നമ്മുടെ കണ്ണ് കരയിപ്പിക്കും, അങ്ങനത്തെ ചില പല സീനുകളൊക്കെ ഉണ്ട്. സോ ബെസ്റ്റ് റൊമാൻറ്റിക് മൂവി തമിഴിൽ എനിക്ക് തോന്നിയത് മൗനരാഗായിട്ടാണ്. എന്തായാലും 1986 റിലീസായ ഈ സിനിമ Amazon Primeൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കാണുക.